നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 740th day. Today 20th sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 740ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. അധോപസ്പൃശ്യശലിലം സന്തതേ തത്സമാഹിത അജാനന്നുപസംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. അധോപസ്പൃശ്യശലിലം സന്തതേ തത്സമാഹിത അജാനന്നുപസംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. പദം പിരിക്കേണ്ടത് അധം അധ ഉപസ്പൃശ്യ സലിലം സന്തതേ തത് സമാഹിത അജാനൻ ഉപസംഹാരം പ്രാണകൃച്ഛേ ഉപസ്ഥിത. പ്രാണകൃച്ഛേ ഉപസ്ഥിതേ. അധോ ഉപസ്പൃശ്യ ശലിലം സന്തതേ തത് സമാഹിത അജാനൻ ഉപസംഹാരം പ്രാണകൃച്ഛേ ഉപസ്ഥിതി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അധ എന്ന് പറഞ്ഞാൽ അനന്തരം, സലിലം ജലത്തെ, ഉപസ്പൃശ്യ സ്പർശിച്ചിട്ട്, സമാഹിത ധ്യാനിച്ചവനായിട്ട്, ഉപസംഹാരത്തെ അതായത് ഇല്ലാതാക്കുന്നത്, അതിനെ തിരിച്ചു വിളിക്കാൻ സാധിക്കുക. ഉപസ്ഥിതി അജാനൻ അറിയാത്തവനായിട്ടും, സംഹരിക്കാൻ അറിയാത്ത ഉപസംഹാരത്തെ, പ്രാണകൃച്ഛേ പ്രാണനാശം, ഉപസ്ഥിതി അടുത്തു അല്ലെങ്കിൽ പ്രാപ്തമായി എന്ന് കണ്ടപ്പോൾ, തത് അതിനെ അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ബ്രഹ്മാസ്ത്രത്തെ, സന്തതേ തൊടുത്തു. ദീർഘദർശനമില്ലാത്തവനാണ് ഈ അശ്വത്ഥമാവ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്തെന്നാൽ പ്രാണൻ പോകാൻ പോകുന്നു, ഈ കുതിരകൾ ക്ഷീണമായി, ഇനി തനിക്കധികം ഓടാൻ കഴിയില്ല, അർജുനൻ തന്നെ വധിക്കും എന്നുള്ള ആ ഒരു ഭയം വന്നപ്പോൾ വെപ്രാളത്തിൽ ചെയ്യേണ്ടതല്ല ബ്രഹ്മാസ്ത്രം. അങ്ങനെയൊരു വെപ്രാളം വന്നപ്പോൾ ആ വെപ്രാളത്തിൽ അദ്ദേഹം വേഗം ജലം തൊട്ട് ശരീരശുദ്ധി വരുത്തി ധ്യാനനിരതനായിട്ട് ആ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ബ്രഹ്മാസ്ത്രം അയക്കാനല്ലാതെ അത് ഉപസംഹരിക്കാൻ വേണ്ടി ഈ അശ്വത്ഥാമാവിന് അറിയില്ലായിരുന്നു. അങ്ങനെ അത് സംഹരിക്കാൻ അറിയാത്ത ആ അദ്ദേഹം എന്തെങ്കിലും ബ്രഹ്മാസ്ത്രം സംഹരിച്ചില്ലെങ്കിൽ, അത് ഏതൊരു കാര്യത്തിനാണോ അയക്കുന്നത് ആ കാര്യം സാധിച്ച് അത് ഉപസംഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് 3 ലോകത്തെയും നശിപ്പിക്കും. അപ്രകാരമുള്ള ആ ബ്രഹ്മാസ്ത്രത്തെ അയക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് അയക്കാൻ പാടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അയച്ചാളെ തന്നെ അത് നശിപ്പിക്കും. ആ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും അറിയാതെ ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ മാത്രം അറിയാവുന്ന അശ്വത്ഥാമാവ് തൻ്റെ പ്രാണൻ ഇപ്പോൾ പോകും എന്നുള്ള വെപ്രാളം വന്നപ്പോൾ ആ ജലം തൊട്ട് തൻ്റെ ശരീരശുദ്ധി വരുത്തി ധ്യാനമൊക്കെ ചെയ്തിട്ട് ആ ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ സാധാരണയായിട്ട് പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ ഏത് പ്രവൃത്തിക്ക് വേണ്ടിയാണോ അത് തൊടുക്കുന്നത് അത് ചെയ്തതിന് ശേഷം അത് ഉപസംഹരിക്കുകയും വേണം. അപ്രകാരം ഉപസംഹരിച്ചില്ലെങ്കിൽ അത്
ഈ മൂന്ന് ലോകത്തെയും നശിപ്പിക്കും. അതുകൊണ്ടാണ് വീണ്ടും വിചാരമില്ലാത്തവൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ദീർഘദർശനമില്ലാത്തവൻ എന്നൊക്കെ പറയുന്നത്. അപ്രകാരം തന്നെയാണ് അശ്വത്ഥാമാവ് താൻ ഈ കുട്ടികളെയൊക്കെ വധിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ ദുര്യോധനന് സന്തോഷമാകും എന്ന് കരുതി ഉറങ്ങുന്ന കുഞ്ഞു മക്കളെയൊക്കെ കൊന്ന് തലയറുത്ത് കൊണ്ടുപോയി അവരെയൊക്കെ തലയറുത്ത് അതിനുശേഷം അവിടെ തീയിട്ട് കൊണ്ടുപോയി ദുര്യോധനൻ്റെ മുന്നിൽ വെക്കുകയും, എന്നാൽ ദുര്യോധനന് ആ പ്രവൃത്തിയിൽ ഒട്ടും, മരിക്കാൻ കിടക്കുന്ന ദുര്യോധനന് ആ പ്രവൃത്തിയിൽ ഒട്ടും സന്തോഷം തോന്നാതിരിക്കുകയും ചെയ്തത്. എന്താണ് താൻ ചെയ്യുന്നത് എന്ന് അറിയാത്ത പ്രതികാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ടാണ് അശ്വത്ഥാമാവിനെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകാന്ത്യത്തോളം അശ്വത്ഥാമാവിന് മരണമില്ല എന്ന് പറയാൻ കാരണം പ്രതികാരം എപ്പോഴും എല്ലായിടത്തും കാണപ്പെടുന്നത് കൊണ്ടാണ്. ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ദീർഘദർശനമില്ലാത്ത അവൻ ശരീരശുദ്ധി വരുത്തി ധ്യാനത്തോടുകൂടി ആ ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തുവിട്ടു എന്നാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അധോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിത അജാനന്നുപസംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.